ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായി നമ്മൾ തിരുക്കുറൾ അതിൻ്റെ ഓരോ ഇരടികളും മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവള്ളുവർ നായനാർ എഴുതിയ മൂല്യകൃതി എന്ന നിലയിൽ തമിഴ് ഗ്രന്ഥം, തമിഴ് വേദം എന്നൊക്കെ അറിയപ്പെടുന്ന ദിവ്യഗ്രന്ഥം എന്നൊക്കെ അറിയപ്പെടുന്ന തിരുക്കുറളിൽ 133 അധ്യായങ്ങളിലായി 1330 കുറളുകൾ ഉണ്ടെന്നും ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ചെറിയ ചെറിയ അറിവുകളാണ്. പക്ഷെ അതിൻ്റെ അറിവിൻ്റെ ഡെപ്ത് വളരെ കൂടുതലാണ്. കൃത്യമായി മനസ്സിലാക്കാൻ ഏതൊരു സാഹചര്യത്തിലും കൃത്യമായിട്ട് അത് പറയാനൊക്കെ കൃത്യതയോടെയാണ് അദ്ദേഹം അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ 29ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. അതിന് മുമ്പ് ദൈവസ്തുതി മുതൽ അനാചാരം വരെയുള്ള 28 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പോൾ ഇന്നത്തെ 29ാമത്തെ അധ്യായം കളവ് ചെയ്യായ്മ, സ്റ്റീലിംഗ് എന്ന് പറയുന്ന ആ ഭാഗം നമുക്ക് എല്ലാവർക്കും ചേർന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഭാഗമായി മോഹൻദാസ് സാറിനെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. 2025 വർഷത്തിലെ തുടക്കത്തിലെ ആദ്യത്തെ തിരുക്കുറൾ ക്ലാസ്സാണ്. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ വർഷം എല്ലാ സമൃദ്ധിയും, സമ്പദ്സമൃദ്ധിയും, സമാധാനവും, ആയുൽ ആരോഗ്യവും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഈ ക്ലാസ് പങ്കെടുക്കാനും തുടർന്ന് നടത്തിക്കൊണ്ട് ചെല്ലാനുമുള്ള ഒരു അനുഗ്രഹം കൂടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് കടക്കുകയാണ്. നമ്മളിതൊരു 28 അധ്യായങ്ങൾ കണ്ടു. അത് ഗൃഹസ്ഥാശ്രമത്തിലെയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് കഴിഞ്ഞ് അടുത്ത സന്യാസാശ്രമത്തിലേക്ക് വന്നു. അപ്പം സന്യാശ്രമം ചെയ്യുന്ന ആളിൻ്റെ സ്വഭാവഗതികൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അത് ഈ പറഞ്ഞ അനാചാരം പാടില്ല, അതുപോലെ തപസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത്. അടുത്ത് പറയുന്നത് മനസ്സുകൊണ്ട് പോലും കളവ് ചിന്തിക്കരുത് എന്നുള്ളതാണ്. അതായത് അന്യന്റെ ഏത് വസ്തു ആയിക്കോട്ടെ അതിനോടുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തോന്നുക പോലും ചെയ്യുന്നത് മഹാഭാവമായിട്ട് തിരുവള്ളുവർ പറയുന്നുണ്ട്. അന്യന്റെ വസ്തു മോഷ്ടെടുക്കുന്നതോ കൈയടക്കുന്നതോ പോകട്ടെ, അത് സ്വന്തമാക്കണമെന്ന് ചിന്തിക്കുന്നത് പോലും മഹാഭാവമാകുന്നു. അന്യന്റെ മുതലിനെ ചൊല്ലി ഒരു ചിന്ത മനസ്സിൽ ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ അവനവന്റെ നാശവും ആരംഭിക്കുന്നു. കാരണം അന്യനെ വഞ്ചിക്കുവാൻ മുതിർന്നവൻ ആദ്യം വഞ്ചിക്കുന്നത് അവനവനെ തന്നെ. അതുകൊണ്ട് അനാചാരത്തിന്റെ തുടർച്ചയായി കളവ് പാപമാണെന്ന് വിശദീകരിക്കുന്ന ഈ അധികാരം നിബന്ധിച്ചിരിക്കുന്നു. അതായത് മോഷണം ഇല്ലായ്മ. തമിഴില് കളവ് എന്ന് പറഞ്ഞാൽ മോഷണം, കളവ് ചെയ്യായ, കള്ളാമൈ ചെയ്യാതിരിക്കുക എന്നുള്ള മീനിലാണ്. ആദ്യത്തെ കുറൾ 281. അവിടെ പ്രാസം കൂടി നമുക്ക് പറഞ്ഞു പോവാം. எல்லாமை வேண்டுவான் என்பான் எனைத்தொன்றுം കള്ളാമ കാക്ക തന്നൻസ്. എല്ലാമേ കള്ളാമേ, അവിടെ ഒരു പ്രാസം വന്നിട്ടുണ്ട്. അതായത് എല്ലാമൈ, എല്ലാം എന്ന് പറഞ്ഞാൽ മുക്തിയെ നിസ്സാരമായി കരുതാതെ വേണ്ടുവാൻ என்பാൻ, അത് തൻ്റെ ജീവിത ലക്ഷ്യം മുക്തി പ്രാപിക്കുക എന്നതാണ് എങ്കിൽ അതിന് മനസ്സിൽ ആഗ്രഹിച്ചവൻ, അതിനായി ലക്ഷ്യബോധത്തോടെ ജീവിതം നയിക്കുന്നവൻ ഇവൻ തന്നെയാണെന്ന്, ഈ തരത്തിലായിരിക്കണമെന്ന് ഋഷിമാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തപോനിധികളാലും മറ്റും പ്രകീർത്തിക്കപ്പെടുന്നവൻ ഇനെ താൻറ്റും, അന്യന്റെ ഏതൊരു വസ്തുവിനെയും കള്ളാമേ, അവരെ വഞ്ചിച്ച് കൈയടക്കാതിരിക്കുമ്പടി അതിന് ആഗ്രഹിപ്പോലും ചെയ്യാത്ത വിധം തൻ നെഞ്ച്, സ്വന്തം ഹൃദയത്തെ, വികാരങ്ങളെ കാത്ത് നിയന്ത്രിച്ചു കൊള്ളുവാൻ കടപ്പെട്ടവനാകുന്നു. അതായത് മനസ്സാൽ വായാൽ പോലും അന്യന്റെ ഒരു വസ്തുവിനെ ആഗ്രഹിക്കാൻ പാടില്ല. അനശ്വരമായ ജീവിതം, അതായത് മോക്ഷപ്രാപ്തി കാംക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കുഞ്ഞന്മാരാൽ പ്രകീർത്തിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് അന്യന്റെ വസ്തു
കൈയടക്കാനുള്ള ആഗ്രഹം മനസ്സിൽ പോലും ഉദിക്കാതെ സ്വയം സൂക്ഷിക്കേണ്ടതാണ് എന്ന് വള്ളുവർ പറയുന്നത്. ഒന്നുകൂടി ഞാൻ തമിഴിൽ വായിക്കാൻ. എല്ലാമേ വേണ്ടുവാൻ என்பான் இணைத்தொன்றும் கல்லாமை காக்க தன் நெஞ்சு. பிறரால் இகழப்படாமல் வாழ விரும்புகின்றவன் எத்தன்மையான பொருளையும் பிறரிடமிருந்து வஞ்சித்துக் கொள்ள எண்ணாதபடி தன் நெஞ்சை காக்க வேண்டும். അധികാരം 29 തിരുക്കുറൾ സന്യാസാശ്രമം ധർമ്മ മാർഗം. കളവ് ചെയ്യായിക, കള്ളാമൈ, സ്റ്റീലിംഗ്, വഞ്ചന ഇല്ലായ്മ അല്ലെങ്കിൽ മോഷണമില്ലായ്മ, ഈ വിധത്തിലൊക്കെയാണ് ഈ കുറൾ കടന്നു വരിക. പരസ്പര ബന്ധങ്ങളിലും ഇടപാടുകളിലും കളവ് വരുന്നതിനെ നാം സൂക്ഷിക്കണം. അതുപോലെ അപഹരണം, കളവ്, ഉടമസ്ഥനറിയാതെ കൈക്കലാക്കൽ എന്നിവയും ഇതിൻ്റെയൊക്കെ പരിധിയിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കള്ളം പറയുക ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സംഗതി കൂടിയാണ്. നമ്മൾ മുമ്പ് അതിനെക്കുറിച്ചും ചിന്തിച്ചിട്ടുള്ളതാണ്. യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. കേട്ടതിനെ എരിവും പുളിയും ചേർത്ത് പ്രചരിപ്പിക്കുന്നത് ചിലർക്കൊക്കെ ഒരു വിനോദമാണ്. കേട്ടതൊക്കെ പറഞ്ഞു നടക്കൽ തന്നെ തെറ്റാണെന്ന് മുഹമ്മദ് നബി പറയും. പറഞ്ഞു കേട്ടതിൽ കളവ് കൂട്ടിച്ചേർത്ത് പ്രചരിപ്പിക്കുന്നതും എത്രയോ വലിയ തെറ്റാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതുമായി നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ, മറ്റൊരുവന്റെ സത്പേര് നമ്മൾ മോഷ്ടിച്ചെടുക്കുകയാണ്. കള്ളം പറയുന്നതിലൂടെ, ഇങ്ങനെ അപവാദം പറയുന്നതിലൂടെയൊക്കെ അതും മറ്റൊരു തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. നമ്മൾ വളരെ കൃത്യമായി 291 കുറലിലേക്ക് കടക്കുമ്പോൾ, எல்லாமை வேண்டுவான் என்பார் எனைத்தொண்டும் കല്ലാമൈ കാക്കതൻ നെഞ്ചു. അതിന്റെ ശ്ലോകം മലയാളത്തിൽ, മുക്തിക്കായി വേണ്ടുന്നോൻ പഠിക്കേൽക്കാതൊന്നുമേ കക്കാതെ കാക്കണം നെഞ്ചം. നിസ്സംഗതയിൽ നിന്ന് നിർഭയമായ സ്വർഗത്തിന്റെ സന്തോഷം തേടുന്നവൻ. ഇങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വഞ്ചനകളിൽ നിന്നും അവന്റെ ആത്മാവിനെ അവൻ ശുദ്ധമായി സൂക്ഷിക്കട്ടെ. വഞ്ചന നിറഞ്ഞ അപഹരണ ചിന്ത ഒഴിവാക്കണം. നിന്ദിക്കപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ചെറിയ കാര്യങ്ങളിൽ പോലും മറ്റൊന്നിനെ വഞ്ചിക്കുന്നതിൽ നിന്ന് മനസ്സിനെ സൂക്ഷിക്കട്ടെ. സ്വത്തുക്കൾ എന്തായാലും മറ്റൊരാളുടെ യാതൊന്നും മോഷ്ടിക്കാത്ത കുറ്റമറ്റ വ്യക്തിത്വമാകാൻ ആഗ്രഹിക്കുന്ന ഏവരും അവരുടെ മനസ്സ് സൂക്ഷിക്കണം. അത് വിലപ്പെട്ടതാണ് എല്ലാ ഇടത്തും. ഓവർ. Thank you, sir. Chapter 29. Avoid thoughts of swindling or the absence of fraud. Tirukkural is a book which contains the poet's thoughts, messages, advices, and ideas about various topics ranging from God, rain, individual characteristics, social behavior, love life, etc. There are 133 such topics, and each topic has 10 poems written in Kural Venpa, making it 1330 in total. The author Thiruvalluvar has touched upon several topics. There are lots of learning at a personal level. Even if
we can imbibe 10% of what is conveyed in the book, we will be a much better person. All the social behavior topics can be applied to modern day leadership and management. We can see what Bible say about swindlers. But now I am writing you that you must not associate with anyone who calls himself a brother but is sexually immoral or greedy, an idolater or a slanderer, a drunkard or a swindler. With such a man, do not even eat. Quran 57 3 Pickthall says, He is the first and the last, and the outward and the inward, and He is knower of all things. O Allah, you are Al-Awwal, nothing is before you. Al-Akhir, nothing is after you. As-Sahir, nothing is above you. And Al-Batin, nothing is below you. Guru Nanak wanted the Sikhs to be good people who work hard for an honest living. Quran 281. One who desires to live without blame must not covet or take what belongs to others, no matter how valuable it is. A famous story that reflects this virtue is that of Mahatma Gandhi during his time in South Africa. Once Gandhi was working as a lawyer and was entrusted with a significant amount of money by one of his clients. He was tempted to use a portion of it for personal reasons, but resisted the urge. Instead, he carefully safeguarded the money and returned the full amount to his client, despite facing personal financial difficulties at the time. When asked why he didn't even consider taking a small amount, Gandhi replied that honesty and self restraint are more valuable than any amount of wealth. This incident highlights the importance of not coveting or taking others' possessions, reflecting the deep moral principle in Quran 281 that true strength lies in self control and integrity. Who seeks heaven's joys from impious levity secure, let him from every fraud preserve his spirits pure. Thank you. Over. எல்லாமே வேண்டுவான் என்பார் எனைத்தொண்டும் கல்லாமே காக்கதன் நெஞ்சு. 282. உள்ளத்தால் உள்ளலும் தீதே பிறன் பொருளை கள்ளத்தால் கழ்வேன் எனல். குற்றமானதை உள்ளத்தால் எண்ணுவதும் குற்றமே. அதனால் பிறன் பொருளை அவன் அறியாத வகையால் வஞ்சித்து கொள்வோம் என்று எண்ணாது இருக்க வேண்டும். உள்ளத்தால் உள்ளலும் தீதே பிறன் പൊരുളെ കള്ളത്താൽ കഴ്വേം എന്നൽ. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഉള്ളത്താൽ, ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് പിറൻ പൊരുളை. ഉള്ളത്താൽ പിറൻ പൊരുളை, ഉള്ളത്താൽ മനസ്സുകൊണ്ട് പോലും പിറൻ പൊരുളை അന്യന്റെ സ്വത്തിനെ. അടുത്തത് രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് കള്ളത്താൽ, കള്ളത്താൽ വഞ്ചന ചെയ്ത് കൾവേൽ മോഷ്ടിച്ച് സ്വന്തമാക്കാം എനൽ എന്ന്. ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് ഉള്ളലും ചിന്തിക്കുന്നത് പോലും തീരെ ഭാവം തന്നെയാണ്. മനസ്സുകൊണ്ട് പോലും അന്യന്റെ സ്വത്തിനെ വഞ്ചന ചെയ്ത് മോഷ്ടിച്ച് സ്വന്തമാക്കാം എന്ന് ചിന്തിക്കുന്നത് പോലും പാവം തന്നെയാണ്. അപ്പം 281-ലും 82-ലും കവി പറയുന്നത്, ആദ്യമായിട്ട് പറയുന്നത് അത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പാടില്ല, അടുത്ത് ചിന്തിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുക്കുറൾ
ഭാഗം 1 ധർമാപകരണം. കുറൾ 282. ഉള്ളാൽ നിനപ്പതും പാപം അന്യന്റെ പൊരുൾ കള്ളത്താൽ കൈയടക്കിടാൻ. ഉള്ളാൽ നിനപ്പതും പാപം അന്യന്റെ പൊരുൾ കള്ളത്താൽ കൈയടക്കിടാൻ. കുറൾ പറയുന്നു, ഒരാളിന്റെ മുതൽ അഥവാ ധനം അയാൾ അറിയാതെ കൈക്കലാക്കാം എന്നുള്ള വിചാരം പോലും മഹാപാപമത്രേ. മറ്റൊരാൾ തന്റെ അധ്വാനത്തിലൂടെ നേടിയ ധനം കൊണ്ടുപോകുന്നത് മഹാ അപരാധമാണ്. അതെങ്ങനെയാണ് നീതീകരിക്കാനാവുക? തന്റെ സമയം ചിലവഴിച്ച് ഉൽപാദനക്ഷമത കൈവരിച്ച ഒരാൾ ഒന്നും തന്നെ ചെയ്യാതെ ഇരിക്കുകയും മറ്റൊരാളിന്റെ സമ്പത്ത് കൈക്കലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മറ്റൊരാൾ, ഇതിനെന്ത് ന്യായമാണുള്ളത്? പണം മാത്രമല്ല ഇന്ന് കൈയടക്കുന്നത്. സ്ഥലം, ജോലി, ആശയങ്ങൾ, അംഗീകാരങ്ങൾ എന്നിവ കൂടിയാണ്. എന്തും എളുപ്പത്തിൽ നേടിയെടുക്കുക എന്ന രീതി ഇന്ന് സർവ്വസാധാരണമാണ്. ചെറുപ്പകാലത്ത് ചെറിയ ചെറിയ കള്ളം ചെയ്യുകയും പിന്നീടത് അവരുടെ ശീലമായി മാറുകയും ചെയ്യുന്നു. അതിൽ ഒരു കുറ്റബോധവും അവർക്ക് തോന്നുന്നതേയില്ല. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവുള്ള മനുഷ്യൻ ചെയ്യുന്ന കള്ളങ്ങൾ അവരുടെ നാശവും തലമുറയുടെ മൂല്യമില്ലായ്മയിലേക്കും നീളുന്നു. എന്തിനെയാണ് കള്ളത്തരം എന്ന് പറയുന്നത് എന്നുപോലും ഇക്കൂട്ടർ ഒരു നിമിഷം ചിന്തിക്കാൻ കൂടി തയ്യാറാകുന്നില്ല. പണമോ ധനമോ മാത്രമല്ല, ഒരാളെ വഞ്ചിക്കുന്നത് പോലും കള്ളത്തിൽ ഉൾപ്പെടുത്താം. മനസാ വാചാ കർമ്മണ ഒരു മനുഷ്യനും കള്ളം പറയരുത് എന്നുള്ള ആപ്തവാക്യം ഇവിടെ അത്യുത്തമമായി തോന്നുന്നു. മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ കർമ്മം കൊണ്ടോ കള്ളം ചെയ്യലും തെറ്റ് മറച്ചു പിടിക്കലും പാപം തന്നെയാണ്. അവനവൻ്റെതായി പോലും യാതൊന്നും ഉണ്ടാവാതിരിക്കുക എന്നതാണ് മനസ്സമാധാനത്തിന് നല്ലത്. ഇന്നത്തെ പ്രായോഗിക ജീവിതത്തിൽ ഇതൊക്കെ സാധ്യമാണോ എന്ന് ചിന്തിക്കാം. സ്വാർത്ഥതയും നിസ്വാർത്ഥതയും തമ്മിലുള്ള ഒരു ദ്വന്ദ്വ യുദ്ധമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. ഏത് കാര്യവും നേടി കഴിയുമ്പോഴാണ് അതിനെ സംരക്ഷിച്ചു കൂടെ നിർത്തുക എന്ന ഭാരം മനുഷ്യനെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത്. ശാശ്വതമായി ആ വസ്തുവിനെയോ കാര്യത്തെയോ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ? ആരെങ്കിലും അവയൊക്കെ കള്ളത്തരത്തിൽ കവർന്നെടുക്കുമോ എന്നോർത്താണ് ദുഃഖം ഉണ്ടാകുന്നത്. അതാണ് ചുരുക്കത്തിൽ പറയുന്നത്, ഒന്നുമില്ലാത്തവന് ഒരു ദുഃഖവും ഇല്ല. ശക്തിയുള്ളവൻ എല്ലാം തട്ടിയെടുക്കുമെന്ന ഭയവും ജീവിത സുഖം നഷ്ടപ്പെടുത്തുന്നു. അന്യന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നവന് ആ സമ്പത്ത് ഒരിക്കലും ഐശ്വര്യം നൽകുന്നില്ല. എത്ര ദുഷ്ടനും മനസ്സാകുന്ന ഒരു പുണ്യസ്ഥലം ഉണ്ടാകും, അവിടെ കരിന്തിരി കത്തിയ വെണ്ണീറിൽ അയാൾ പുകഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് തിരുവള്ളുവർ പറയുന്നത്, ഉള്ളാൽ നിനപ്പതും പാപം അന്യന്റെ പൊരുൾ കള്ളത്താൽ കൈയടക്കിയിടാൻ. ഓവർ. കുറൾ 282. உள்ளத்தால் உள்ளலும் தீதே பிறன் பொருளை கள்ளத்தால் கள்வேம் எனல். It is sin even to imagine grabbing of another's wealth without his knowledge. It is sin even to imagine grabbing of another's wealth without his knowledge. உள்ளத்தால் உள்ளலும் தீதே பிறன் பொருளை கள்ளத்தால் கள்வேம் எனல். ഓർ സർ. ഉള്ളത്താൽ ഉള്ളലും തീയെ പിറൻ പൊരുളെ കള്ളത്താൽ കൾവേം എനൽ. 83. களவினால் ஆகிய ஆக்கம் அளவிறந்து ஆவது போல கெடும். களவு செய்து பொருள் கொள்வதால் உண்டாகிய ஆக்கம் பெருகுவது போல் தோன்றி இயல்பாக இருக்க வேண்டிய அளவையும் കടന്ന് കെട്ടുവിടും. നേരത്തെ 2 കുറളിലും പാപമാണ് കളവ് ചെയ്യാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ കവി അടുത്ത് പറയുന്നത്, അങ്ങനെ കളവ് ചെയ്ത് സമ്പാദിച്ച് സമ്പാദ്യം ഇങ്ങനെ പെരുകി വരുന്നത് പോലെ തോന്നുമെങ്കിലും നേരത്തെ
നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നോ ആ അളവിനേക്കാൾ താഴോട്ടായിരിക്കും അത് പെട്ടെന്ന് പോവുക എന്നറിയാം. അത് ഉള്ള സമ്പത്തിനെ പോലും അത് ഇല്ലാമലായി തീർക്കും എന്ന രീതിക്ക് കവി പറയുന്നു. കളവ് ചെയ്തുണ്ടായ സമ്പത്ത്, കളവിനാൽ നേരായ മാർഗത്തിലൂടെ അല്ലാതെ അന്യരെ വഞ്ചിച്ച് കൈയടക്കുന്നതായ സമ്പത്ത് അളവിറந்து അതിര് കവിഞ്ഞ് ആവതുപോലെ വർദ്ധിക്കുന്നത് പോലെ തോന്നി കെടും, പൊടുന്നന് നശിച്ചു പോകും എന്ന് കവി പറയുന്നുണ്ട്. അതായത് മോഷ്ടിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ച് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കളവ് ചെയ്ത് ശേഖരിക്കുന്ന സമ്പത്ത് ഇങ്ങനെ ഉയർന്നുയർന്ന് കുന്നുപോലെ പോവുകയാണെങ്കിലും പെട്ടെന്ന് ഒരിക്കൽ അത് തകർന്നടിഞ്ഞ് ഉള്ളവന് പോലും നശിപ്പിക്കും എന്ന് കവി പറയും. കുറൽ 283. കളവിനാൽ ആകിയ ആക്കം അളവിറന്തു ആവതുപോലെ കെടും. കളവ് ചെയ്തുണ്ടായ സമ്പത്തളവറ്റു വളരുമ്പോൾ കെട്ടൊടുങ്ങുന്നു. കളവ് ചെയ്തുണ്ടായ സമ്പത്തളവറ്റു വളരുമ്പോൾ കെട്ടൊടുങ്ങുന്നു. ഒരാൾക്ക് അവകാശപ്പെട്ട ധർമ്മത്തിന്റെ പാഠം അയാൾ സമർപ്പണപൂർവം അവിടെ കതിരുകൾ വിളയിക്കുന്നു. അത്ര തന്നെ ധർമ്മബോധമുള്ള ഒരുവൻ ആ വിളകൾക്കിടയ്ക്ക് കടന്നു കയറി ഒരിക്കലും കളയാവരുത്. പാപമാണത്. അന്യന്റെ വസ്തു മോഷ്ടിച്ചെടുക്കുന്നതോ കൈയടക്കുന്നതോ പോകട്ടെ, അത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും പാപമാണ്. അങ്ങനെയൊരു മോശമായിട്ടുള്ള ചിന്ത മനസ്സിൽ ആരംഭിക്കുന്നിടത്ത് അവനവന്റെ നാശവും ആരംഭിക്കുന്നു. അന്യനെ വഞ്ചിക്കുന്നതിന് മുൻപ് തന്നെ അവനവൻ സ്വയം വഞ്ചിച്ചു തുടങ്ങുന്നു. അനശ്വരമായ ജീവിതം, അതായത് മോക്ഷപ്രാപ്തി കാക്ഷിക്കുന്ന ഒരാൾ, വിജ്ഞന്മാരാൽ കീർത്തിക്കപ്പെടാൻ ഇടയുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു കൂടാത്തതാണ്. കുറ്റം ചെയ്യണമെന്ന് മനസ്സിൽ നനയ്ക്കുന്നത് പോലും വലിയൊരു കുറ്റമാണ്. അധർമ്മത്തിലൂടെ അന്യരെ വഞ്ചിച്ച് നേടുന്ന കള്ള മുതൽ ആദ്യമാദ്യം വളർന്നു വലുതായി അതിരുകൾ ലംഘിച്ച് ഉയർന്നു പോകുന്നത് നാം കാണുന്നു. എന്നാൽ അതിന്റെ പതനം വളരെ പെട്ടെന്നായിരിക്കും. കാരണം ധർമ്മത്തിന്റെ വളക്കൂറുള്ള സത്യത്തിലല്ല അതിന്റെ വളർച്ച. അങ്ങനെ നേടുന്ന സമ്പത്ത് തൽക്കാല സുഖം നൽകുന്നത് ഒരു മുന്നറിയിപ്പ് പോലെ കരുതിയാൽ മതി. ഒടുങ്ങാത്ത ദുരിതം പിന്നാലെ വരാനിരിക്കുന്നു എന്ന് തിരുക്കുറൾ ഈ ഒരു കുറളിലൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. കളവ് ചെയ്തുണ്ടായ സമ്പത്ത് അളവറ്റു വളരുമ്പോൾ കെട്ടൊടുങ്ങുന്നു. താങ്ക് യു. Thank you, ma'am. Verse 283. Wealth by stealth, as amassed measureless, will be destroyed fully as made. The gain that comes by fraud, although it seems to grow, with limitless increase, to ruin swift shall go. The property which is acquired by fraud will entirely perish even while it seems to increase. Wealth unjustly amassed, though vast and boundless, will perish in the same manner it was acquired. This couplet emphasizes the impermanence of wealth gained through dishonest or unethical means. No matter how large the fortune, it will eventually lead to ruin it if it lacks righteousness. A modern example that reflects the essence of Kural 283 is the story of Vijay Mallya, the Indian businessman once known as the King of Good Times. Vijay Mallya, through his company Kingfisher Airlines and other ventures, amassed significant wealth. However, much of this success was built on unsustainable loans, financial mismanagement, and alleged fraudulent practices. He borrowed heavily from banks, but instead of focusing on repaying debts, Mallya diverted funds to personal luxuries and extravagant lifestyles. Eventually, Kingfisher Airlines collapsed under massive debt. Unable to repay the loans, Mallya faced legal battles. His assets were seized and he fled to UK to avoid arrest. His empire crumbled
and the wealth he had accumulated rapidly diminished. Relation to Kural 283, wealth unjustly amassed. Malya's fortune was built on unethical financial practices, will perish in the same manner it was acquired. His riches vanished as creditors, authorities, and legal system dismantled his empire. This incident serves as a reminder that wealth without integrity cannot endure and will ultimately lead to downfall, aligning perfectly with the wisdom of Thiruvalluvar. Thank you, sir. Over. കളവിനാൽ ആക്കിയ ആക്കം അളവ് ഇറന്ത് ആവതുപോലെ കെടും. 284. களவின் கண் கன்றிய காதல் விளைவின் கண் வீயா விழுமம் தரும். களவு செய்து பிறர் பொருள் கொள்ளுதலில் ஒருவனுக்கு உள்ள மிகுந்த விருப்பம் பயன் விளையும் போது தொலையாத துன்பத்தை தரும். കളവിൻ കൺ കൻറിയ കാതൽ. കളവിൻ കൺ അന്യന്റെ വസ്തുക്കളെ വഞ്ചിച്ച് കൈയടക്കുന്നതിൽ കൻറിയ വർദ്ധിച്ച കാതൽ ആഗ്രഹം തൽക്കാലം സുഖകരമായി തോന്നും എങ്കിലും വിളവിൻ കൺ ഫലം നൽകുന്ന വേളയിൽ ആത്യന്തികമായി വീയാവിഴുമം ഒടുങ്ങാത്ത ദുരിതത്തെ മാത്രമേ നൽകൂ. അന്യരുടെ വസ്തുക്കളെ വഞ്ചിച്ച് കൈയടക്കുന്നതിലുള്ള ആഗ്രഹവും അങ്ങനെ ചെയ്യുന്നതിലുള്ള രസവും താൽക്കാലികമായി സുഖത്തിൽ നൽകുന്നതായി തോന്നാം. പക്ഷേ ആത്യന്തികമായ ഫലത്തിൽ അത് ഒടുങ്ങാത്ത ദുരിതത്തെയാണ് നൽകുന്നത്. ജോർജ് സാർ അല്ലേ? ശ്രീമതി മേഡാണ്. ആ ശ്രീമതി മേഡം എത്തിക്കുന്നു. അതെ അതെ. നേരും നെറിയും 29. കുറൽ 284. കളവിൻ കൺ കൻറിയ കാതൽ വിളവിൻ കൺ വീയാ വിഴുമം തരും. കളവു ചെയ്യാനുള്ള ആഗ്രഹം മനസ്സിൽ ഉദിക്കുന്നത് പോലും പാപമാണ് എന്നാണ് പറയുന്നത്. അന്യന്റെ വസ്തുക്കൾ കൈയടക്കുന്നത് ഒടുങ്ങാത്ത വേദന നമുക്ക് ഉണ്ടാക്കിത്തരും. ആദ്യം ആ ആഗ്രഹം സുഖപ്രദമായി തോന്നുമെങ്കിൽ പക്ഷേ വഴിയെ അത് കാലക്രമേണ ദുഃഖമായി തന്നെ വരും. മോഷ്ടിച്ച ദ്രവ്യങ്ങൾ ഒന്നും ആർക്കും ഗുണം ചെയ്യില്ല. അതിലേറെ മറ്റൊരിക്കൽ അവന് അതിന്റെ ദുഃഖഫലം അനുഭവിക്കേണ്ടിയും വരും. മുതൽ കക്കുന്നവൻ അത് ഉപയോഗിക്കുമ്പോൾ ചെറിയ സന്തോഷമുണ്ടാകും. എന്നാൽ ക്രമേണ അവൻ കൊടും ദുഃഖത്തിൽ ചെന്നു വീഴുമെന്ന് തിരുക്കുറൾ പഠിപ്പിക്കുന്നു. അതിനാൽ മോഷ്ടിക്കുന്നതിനെ പറ്റി, അന്യന്റെ മുതൽ കക്കുന്നതിനെ പറ്റി, അപഹരിക്കുന്നതിനെ പറ്റി നാം ചിന്തിക്കുന്നത് പോലും പാപമാണ് എന്നാണ് ഖുറൽ പറയുന്നത്. താങ്ക് യു സർ. ഖുറൽ 284. കളവിൻ കൺ കൻറിയ കാതൽ വിളവിൻ കൺവീയ വിഴുമം തരും. Desire to gain another's riches by theft will give endless woe on its result. Finding delight in defrauding others yields the fruit of undying suffering when those delights ripen. കളവിൻ കൺ കൻറിയ കാതൽ വിളവിൻ കൺവീയ വിഴുമം തരും. Over to sir. കളവിൻ കൺ കൻറിയ കാതൽ വിളവിൻ കൺവിയ വിഴുമം തരും. 285. அருள் கருதி அன்புடையராதல் பொருள் கருதி பொச்சாப்பு பார்ப்பார்க்கன் இல். களவு செய்து
அருளை பெரிதாக கருதி அன்பு உடையவராய் நடத்தல், பிறருடைய பொருளை கவர எண்ணி அவர் சோர்ந்திருக்கும் നിലയെ പാപ്പരിടത്തിൽ இல்லை. അതായത് അരുൾ കരുതി അൻപുടരാതൽ, പരമമായ അനുഗ്രഹത്തിന് മുക്തിക്ക് വേണ്ടി അൻപുടരാതൽ, കൃപാലുക്കളായി ജീവിക്കുക എന്ന അവസ്ഥ ഉള്ള ഒരാൾ പൊരുൾ കരുതി അന്യന്റെ സ്വത്ത് മോഹിച്ചിട്ട് അത് കൈയടക്കാനുള്ള അവസരത്തിന് ഒച്ചാപ്പോ അവരുടെ ശക്തിശയത്തെ പാർപ്പാർക്കാൻ കാത്തിരിക്കുന്നവരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അരുൾ അനുഗ്രഹം കരുതി മുക്തിക്ക് വേണ്ടി ദയാപൂർവം എല്ലാവരോടും കഴിഞ്ഞുകൊടുക എന്ന അവസ്ഥ, അന്യ മുതൽ വഞ്ചിക്കെടുക്കുക എന്ന ദുരുദ്ദേശത്തിൽ കൂടി അവരുടെ പതനത്തിനായി കാത്തിരിക്കുന്ന ദുഷ്ട മനസ്സുകാർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. തിരുക്കുറൾ ഭാഗം 1 അധികാരം 29 ധർമ്മപ്രകരണം. വിഷയം കള്ളാமை, കളവ് ചെയ്യാതിരിക്കുക. കുറൾ 285. മുക്തിക്കായി കൃപയുറ്റ വാൾ, വന്യസ്വത്തിനായി ശക്തിക്ഷയം പാർപ്പോർക്കില്ല. മുക്തിക്കായി കൃപയുറ്റ വാൾ, വന്യസ്വത്തിനായി ശക്തിക്ഷയം പാർപ്പോർക്കില്ല. മറ്റൊരു സ്ഥലത്ത് വീണ്ടും 2 വരി ഇതിന്റെ തർജ്ജമയായിട്ട് കണ്ടു. അതിതാണ്: കവർച്ചയ്ക്ക് തരം പാർത്ത് കാത്തിരിക്കുന്ന കള്ളരിൽ കാരുണ്യത്തിൻ മനോഭാവം ഉണ്ടാകില്ലൊരു കാലവും. ദയവില്ലാത്ത മനസ്സുള്ളവൻ അന്യന്റെ സമ്പത്ത് യാതൊരു ഭയാശങ്കകളും ഇല്ലാതെ കൈക്കലാക്കാൻ നോക്കുന്നു. അവർ അന്യന്റെ കഴിവില്ലായ്മ ഏത് രംഗത്താണെന്ന് മനസ്സിലാക്കി അടുത്തുകൂടി സുഹൃത്താണെന്ന് വരുത്തി അയാളുടെ നേട്ടങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. അതിൽ അവർക്ക് യാതൊരു മനസാക്ഷിക്കുത്തും അനുഭവപ്പെടുന്നുമില്ല. അന്യനെ ചൂഷണം ചെയ്യുന്നതിൽ ഒരു പാപവും അവരെ പിന്തിരിപ്പിക്കുന്നില്ല. അധർമ്മം ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല. മറ്റുള്ളവരെ എങ്ങനെ വശത്താക്കി കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് അവർക്കറിയാം. തിരുവള്ളുവർ എന്ന കവി പറയുകയാണ്: നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, അധർമ്മം ചെയ്യാതിരുന്നാൽ മാത്രം മതി. അതും ഒരു പുണ്യപ്രവൃത്തിയാണ്. സത്യം പറയാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അധർമ്മ പ്രവൃത്തികളിൽ ഏർപ്പെടാതെ നിഷ്ക്രിയരായിരിക്കുക. കാണാൻ താല്പര്യമില്ലാത്തവയ്ക്ക് നേരെ നോക്കാതിരിക്കുക. എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക. ദയ, കാരുണ്യം, അനുതാപം, സഹതാപം തുടങ്ങിയവ നമ്മൾ കൊണ്ടു നടക്കുക. ഒന്നും ചെയ്യാതെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധർമ്മം, കൊള്ളയടിക്കൽ എന്നിവയ്ക്കെതിരെ തന്നാൽ കഴിയുന്ന പോരാട്ടം നടത്തണം. അങ്ങനെ കർമ്മം ചെയ്യുക തന്നെ വേണം. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ധർമാനുസരണമായിരിക്കണമെന്ന് മാത്രം. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ട് നാശത്തിലേക്ക് പോകാതെ, മറ്റുള്ളവർക്ക് വഴങ്ങാതെ ശരിയായ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും ഈ കുറൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഒരു കാര്യം കൂടി ഓർത്തു ചെയ്യേണ്ടതുണ്ടെന്ന് പറയുന്നത്? പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ട് നാശത്തിലേക്ക് പോകാതെ, മറ്റുള്ളവർക്ക് വഴങ്ങാതെ ശരിയായ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും ഈ കുറൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് എല്ലാ മേഖലകളിലും നമുക്ക് കളങ്കരഹിതമായ കാര്യങ്ങൾ കാണാൻ കഴിയും. അതേസമയം ശുദ്ധമായ പാൽ, മുട്ട, പച്ചക്കറി തുടങ്ങിയ വസ്തുക്കൾ അവയ്ക്ക് അന്യന്മാരുണ്ടെന്ന് കേൾക്കുന്നു. ആളുകളുടെ നിസ്സഹായതയെ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സാഹിത്യ ലോകത്തും സിനിമാ രംഗത്തും എന്തിന് കഴിഞ്ഞയാഴ്ച സംഘടിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് നൃത്ത കാഴ്ചയിൽ പോലും ഏതെല്ലാം കാര്യങ്ങളിലാണ് വീഴ്ചയും കോട്ടങ്ങളും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെയൊക്കെ കാരുണ്യമില്ലായ്മ, മറ്റുള്ളവന്റെ ദുഃഖത്തിൽ ലവലേശ ഉൾവേദന ഇല്ലാത്തവരെയാണ് നാം കാണുന്നത്. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് ഒരാൾ യഥാർത്ഥ മനുഷ്യനാകുന്നത്. ആദർശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ മറ്റുള്ളവരുടെ ചതിക്കുഴിയിൽ വീഴില്ല. അന്യന്റെ സമ്പത്ത് കൈയടക്കി വെക്കാൻ ശ്രമിക്കുന്നവന്റെ സമ്പാദ്യം സ്ഥായിയായി നിലനിൽക്കുന്നില്ല. സ്വവിയർപ്പിന്റെ ഗന്ധമുള്ള നേട്ടങ്ങൾ എപ്പോഴും അവനോടൊപ്പം തന്നെ കാണുന്നു.
കളങ്കമില്ലാത്ത സമ്പത്ത് ആര് സ്വായത്തമാക്കുന്നുവോ അവന് കൂട്ടായി ഐശ്വര്യം അഥവാ ദൈവ ദൃഷ്ടിയുണ്ടാകും. തന്നാൽ നേടിയതുകൊണ്ട് തൃപ്തിപ്പെടുക, അന്യം മുതൽ ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് ഈ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മുക്തിക്കായി കൃപയുറ്റവാൾ വന്യ സ്വത്തിനായി ശക്തിക്ഷയം പാർപ്പോർക്കില്ല. ഓവർ. റോയ് സാർ ഉണ്ടോ? ഓക്കെ. Among those living out of mercy, there won't be men exploiting others' weakness for capturing their wealth. അരുൾ കരുതി അൻപുടയ രായൽ പൊരുൾ കരുതി പപാച്ചു പാർപ്പാർക്കൺകൾ ഇല്ല. 286. ഇതുവരെ 5 ഖുർആനില് ആദ്യത്തെ രണ്ടിടത്തില് കളവിനെ കുറിച്ചുള്ള ചിന്ത പാപമാണെന്ന് പറഞ്ഞു. അടുത്ത 2 അങ്ങനെ സമ്പാദിച്ച് കളവ് പറഞ്ഞ് കിട്ടുന്ന സമ്പത്ത് കൊണ്ടുള്ള നേട്ടം തോന്നുമെങ്കിലും പിന്നെ അത് കോട്ടമായിട്ട് മാറുന്ന ഒരു അവസ്ഥയെ കവി പറഞ്ഞു. അടുത്ത 5 പറഞ്ഞു ഇങ്ങനെ മുക്തിക്ക് വേണ്ടി ജീവിക്കുന്നവർ അങ്ങനത്തെ ഒരു ചിന്ത പോലും മറ്റൊരിടത്ത് കാണത്തില്ല. ആ മോഷണകുറ്റം അല്ലെങ്കിൽ ആ ചിന്ത ഉള്ളിടത്തിൽ അങ്ങനത്തെ ഒരു വിചാരം പോലും കാണത്തില്ല. മുക്തിക്ക് വേണ്ടിയാണുള്ള ധർമ്മം വേണമെന്നുള്ള ആ ചിന്ത പോലും കാണില്ലെന്ന് പറഞ്ഞു. ഇനി അടുത്ത 2 ഖുർആനിലെ 286, 87 അതായത് സാധാരണ രീതിയിൽ അധ്വാനിച്ച് സമ്പാദിച്ച് ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ മിതവ്യയം അറിയാൻ പറ്റും. മിതവ്യയം എന്ന് പറഞ്ഞാൽ വരവ് അറിഞ്ഞ് ചിലവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. പക്ഷേ മറ്റവരുടെ മുതൽ കവർന്ന് ജീവിക്കുന്നവർക്ക് ഒരിക്കലും അവർക്ക് ആ എന്താ പറഞ്ഞ പോലെ പിന്നെ വരവിന്റെ ഉള്ളിൽ ചിലവാക്കി നടത്തണമെന്നുള്ളതല്ല, ആഡംബര ജീവിതവും മറ്റുമായിരിക്കും കാണുന്നത് എന്നുള്ള ഒരു പ്രകടമായ ഒരു സ്വഭാവത്തെ അത് അടുത്ത 2 ഖുർആനിൽ പറയുന്നു. അളവിൻ കൺ നിൻചൊഴുകൽ ആറ്റാർ കളവിൻ കൺ കന്തിയ കാതലവർ. കളവ് ചെയ്ത് പിറർ കൊള്ളുതലിൽ മിക്ക വിരുപ്പമുടയവർ അളവ് ചിക്കനം പോറ്റി വാഴും നെറിയിൽ നിன்று ഒഴുക മാട്ടാർ. അതായത് അളവോട് കളവിൻ കൺ വഞ്ചനയാൽ അന്യമുതൽ അപഹരിക്കുന്നതിൽ കഞ്ചിയ വർദ്ധിച്ചതായ കാതലവർ ആശയുള്ളവർ അളവിൻ കൺ മറ്റ് ജീവജാലങ്ങളോട് ദയാപൂർവം ഇടപെടുക എന്ന ദർശനം അറിഞ്ഞ് അതിൻ്റെ അളവോടെ നിലനിന്ന് ഒഴുകൽ ആറ്റാർ ജീവിക്കാൻ കൂട്ടാത്തവരാകുന്നു. ധാർമ്മികമായ ലളിത ജീവിതത്തിന്റെ മിതത്വത്തിൽ ഒതുങ്ങി ജീവിക്കുവാൻ ദ്രോഹികളായ സഭ മനുഷ്യക്കാർക്ക് സാധിക്കുകയില്ല. കാരണം വഞ്ചിച്ചെടുത്ത മുതൽ ധാരാളമായി വന്നു ചേർന്ന് അവരെ ധൂർത്തന്മാരും അഹങ്കാരികളും ആഡംബരപ്രിയരും ഒക്കെയായി മാറ്റുന്നു. സഹജീവികളോട് കാരുണ്യം കാണിക്കുന്ന മഹത്തായ ദർശനം അവർക്ക് അന്യമായി തീരുന്നു. കൊടുങ്ങിന് ആ ധൂർത്തും അനിയന്ത്രിതവും അവരെ കരകയറ്റാനാവാത്ത അപകടത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും. താങ്ക് യു സർ. അളവോട് വാഴുകയില്ല കളവിന്മേൽ അമിതമാം കാമമെഴുന്നോർ. അളവോട് വാഴുകയില്ല കളവിന്മേൽ അമിതമാം കാമമെഴുന്നോർ. അധാർമിക ജീവിതത്തിന്റെ അനന്തരഫലം ദുരന്തത്തിന്റെ കരകാണ കയം. ആഴവും പരപ്പും അഗാധമാണ്, അപാരവും. അർത്ഥം മുഴങ്ങുന്ന ലഘുസംഖ്യങ്ങളായ വാക്കുകളിലൂടെ ഓരോ കുറളും മനസ്സിൽ മുത്തുപോലെ തിളങ്ങുന്നു. എവിടെയും എപ്പോഴും ഉദ്ധരിക്കാവുന്നവയത്രേ അവ. അവ ഓരോന്നും മനുഷ്യനെ ഉദ്ധരിക്കുവാൻ, അവന് വഴികാട്ടുവാൻ വെളിച്ചവുമായി നിൽക്കുന്നു. ധാർമ്മികമായ ലളിത ജീവിതത്തിന്റെ മിതത്വത്തിൽ ഒതുങ്ങി ജീവിക്കുവാൻ ദുരാഗ്രഹികളായ കപടമനസ്കർക്ക് ഒരിക്കലും സാധിക്കില്ല. വഞ്ചനയിലൂടെ വളഞ്ഞ വഴികളിലൂടെ വന്നെത്തുന്ന അമിതമായ ധനം അവരെ ധൂർത്തന്മാരും അഹങ്കാരികളും ആഡംബരപ്രിയരുമാക്കുന്നു. ക്ഷണികമായ എന്തിലും
അവർ ഭ്രമിച്ചു വശാകുന്നു. സഹജീവികളോട് കാരുണ്യം എന്ന ആർദ്രത അവരിൽ വറ്റി വരണ്ടു പോകുന്നു. മഹത്തായ ജീവിത ദർശനങ്ങളെല്ലാം അവർക്ക് അന്യമാകുകയും ചെയ്യുന്നു. അവസാനം ഒരിക്കലും കരകയറാനാവാത്ത അപകടത്തിലേക്ക് അവർ വീണടിയുകയും ചെയ്യുന്നു. അറിവ് രണ്ടു തരത്തിലുണ്ട്, കറുത്തതും വെളുത്തതും. തിന്മകളെക്കുറിച്ച് മാത്രമുള്ള അറിവാണ് കറുത്ത അറിവ്. നന്മകളെക്കുറിച്ചുള്ളത് വെളുത്ത അറിവും. തമിഴിൽ കാരറിവ് എന്ന് പറയുന്നു, അതായത് ഇരുണ്ട ബോധം. ലളിത ജീവിതത്തിന്റെ സ്വാസ്ഥ്യവും മിതത്വവും ആരാഞ്ഞറിഞ്ഞ് സഹജീവി സ്നേഹം എന്ന മഹത്തായ ദർശനം ഉൾക്കൊണ്ട് സത്യം കണ്ടറിഞ്ഞ് അനുഭവങ്ങളുടെ അളവനുസരിച്ച് ധന്യജീവിതം നയിക്കുന്ന ഒരാൾക്ക് മറ്റൊരാൾ അധ്വാനിച്ചുണ്ടാകുന്ന സമ്പത്ത് തന്റെ സ്വന്തമാക്കണമെന്ന് ഒരിക്കലും ആഗ്രഹം തോന്നുകയില്ല എന്ന് ഈ കുറൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അളവോട് വാഴുകയില്ല കളവിന്മേൽ അമിതമാം കാമം എഴുന്നോർ. താങ്ക് യു സർ. Those series of wealth through stealth own no values of life and live accordingly. അളവിൻ കൺ നിൻ്റൊഴുകൽ ആറ്റാർ കളവിൻ കൺ കന്റിയ കാതലവ. 287. களவென்னும் காரறிவாண்மை அளவென்னும் ஆற்றல் திருந்தார்கண் இல். களவு என்பதற்கு காரணமான மயங்கிய அறிவுடையவராய்த்தல் அளவு அறிந்து வாழ்தலாகிய ஆற்றலை விரும்பினிடத்தில் இல்லை. കളവെന്നും അന്യന്റെ മുതൽ വഞ്ചിച്ചെടുക്കുക എന്ന കാരറിവായിരുന്ന നികഷ്ടമായ ഭാവത്തിന്റെ അറിവ്, അളവെന്നും സഹജീവികളോടുള്ള സ്നേഹ ദർശനം നിലനിർത്തി അതിന്റെ അളവനുസരിച്ച് ആற்றൽ മഹത്വം പുരിന്താർക്കൺ കണ്ടറിഞ്ഞ് ജീവിക്കുന്നവരിൽ ഇല്ല. ലളിത ജീവിതത്തിന്റെ സ്വാസ്ഥ്യവും മിതത്വവും ആരാഞ്ഞറിഞ്ഞ് സഹജീവി സ്നേഹം എന്ന മഹത്തായ ദർശനം ഉൾക്കൊണ്ട് സത്യം ആരാഞ്ഞറിഞ്ഞ അനുഭവങ്ങളുടെ അളവനുസരിച്ച് ധന്യജീവിതം നയിക്കുന്ന മഹത്തുക്കൾക്ക് സഹാനുഭൂതിയുടെയും സമഷ്ടി പ്രേമത്തിന്റെയും പ്രകാശപൂർണമായ ജ്ഞാനമേ ഉള്ളൂ. അവർക്ക് കള്ളം എന്ന കാരറിവ്, ഇരുണ്ട ബോധം ഇല്ലേ ഇല്ല. തിരുക്കുറൾ ഭാഗം 1 അധികാരം 29 കുറൾ 287. കളവാം കറുത്തൊരറിവളവോടു വാഴ്വതിൻ പെരുമകൾ അറിഞ്ഞവരില്ല. കളവാം കറുത്തൊരറിവളവോടു വാഴ്വതിൻ പെരുമകൾ അറിഞ്ഞവരിലില്ല. മറ്റൊരു തർജ്ജമ കണ്ടത്, ജീവരാശി മഹത്വങ്ങൾ യഥാർത്ഥമറിഞ്ഞവർ മോഷണം പോലിരുൾ തിങ്ങും ആശയങ്ങൾക്ക് കീഴ്പ്പെടാം. ജീവരാശി മഹത്വങ്ങൾ യഥാർത്ഥമറിഞ്ഞവർ മോഷണം പോലിരുൾ തിങ്ങും ആശയങ്ങൾക്ക് കീഴ്പ്പെടാം. ഒരു ആത്മീയ ഗ്രന്ഥം പോലെ സർവ്വവ്യാപകമായി പ്രശോഭിക്കുന്ന തിരുക്കുറൾ വൈജ്ഞാനികവും വൈകാരികവുമായ തലങ്ങളിലൂടെ മനുഷ്യനെ ഉത്കൃഷ്ടനാക്കുന്നു. ഇവിടെ ഈ കുറളിലൂടെ കവി പറയുകയാണ്, മാനവരാശിക്ക് മഹത്വങ്ങൾ എങ്ങനെയുണ്ടാകുന്നു എന്ന് യഥാർത്ഥത്തിൽ അറിഞ്ഞവർ ഒരിക്കലും മോഷണം പോലെ ഇരുട്ട് നിറഞ്ഞ ആഗ്രഹങ്ങൾക്ക് വഴിപ്പെടുകയില്ല. കപടന്മാർ എല്ലാ സത്യങ്ങളെയും നശിപ്പിക്കുന്നവരാണ്. ഒരാളിന്റെ സ്ഥിതിഗതികൾ ഉറ്റുനോക്കി അവസരം വരുമ്പോൾ കളവ് നടത്തുന്നവൻ സമൂഹത്തിന് നിഷേധിക്കപ്പെടേണ്ടി വരുന്നു. അവന് സമൂഹത്തിൽ യാതൊരു വിലയും ലഭിക്കുന്നില്ല. ഒരു കള്ള നോട്ടം കൊണ്ടുപോലും അന്യനെ ഉപദ്രവിക്കരുതെന്ന് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നു. കണിശമായ നീതി പുലർത്തണമെന്നും തന്നിഷ്ടങ്ങളെ പിൻപറ്റരുതെന്നും കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കെ വളച്ചൊടിച്ച് അസത്യം അഥവാ കള്ളം പറഞ്ഞ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്നും ഖുർആൻ പറയുന്നു. അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി നിൽക്കുകയോ സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നവനെ സുസൂക്ഷ്മം സമൂഹം നോക്കിക്കാണുന്നു. വ്യാമോഹങ്ങളുടെ പുറകെ പോകുന്നവരാണ് യഥാർത്ഥ ലോകത്തിൽ നിന്ന് അകന്ന് കള്ളം ചെയ്യാൻ ശ്രമിക്കുന്നത്. സൽമാർഗം ഏതാണെന്ന് അറിയാമെങ്കിലും
അതിനു നേരെ കണ്ണടച്ച് അജ്ഞത നടിക്കുന്നവർക്ക് ഒരിക്കലും മനസമാധാനം ലഭിക്കില്ല എന്നുകൂടി ഈ ഖുറൽ പറയുന്നു. തിന്മകൾ ചെയ്യുകയും അതെല്ലാം ഞാൻ അറിയാതെ സംഭവിച്ചതാണെന്ന് പറയുകയും കോടതിയിൽ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നവരെ കാണാം. ഇവിടെ സമൂഹത്തിന്റെ ദൗർബല്യത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കേണ്ടതുണ്ട്. എന്ത് തെറ്റും അജ്ഞതയുടെ പേര് പറഞ്ഞ് പൊറുക്കാൻ പറ്റുന്നവയല്ല. തീർച്ചയായും മനുഷ്യൻ ഒരു സമൂഹ ജീവനിരിക്കെ പരസ്പരം സഖ്യത്തിൽ കഴിയുന്ന ഒരു ജനവിഭാഗത്തിന് ഒരാൾക്ക് മറ്റൊരാളെ മനഃപൂർവ്വം വഞ്ചിക്കാൻ കഴിയുന്നത് അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. സമൂഹ സമാധാനം ഇല്ലാതാക്കുന്ന ഇത്തരക്കാർക്ക്, കാരുണ്യമില്ലാത്തവർക്ക് ഒരിക്കലും പാപമോചനവും ഇല്ല തന്നെ. ഒരിക്കലും സമാധാനം, സന്തോഷം എന്നിവ ഇവർക്ക് ലഭിക്കുന്നുമില്ല. നന്മയുണ്ടെങ്കിൽ തിന്മയുമുണ്ട്, വെളുപ്പുണ്ടെങ്കിൽ കറുപ്പുമുണ്ട് എന്നതുപോലെ മനുഷ്യനിലും കാണുന്ന കറുപ്പ് തന്നെയാണ് വിവരമില്ലായ്മ അഭിനയിച്ചുകൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന കള്ളത്തരം. ഇവിടെ ഖുറാനിലെ ഒരു കോട്ട് പറഞ്ഞോട്ടെ. ഖുറാൻ ഭാഗം 5 അധ്യായം 4. നല്ല കാര്യങ്ങൾ വിശ്വസിക്കുകയും സൽപ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്തവരാകട്ടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോട്ടങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കവിടെ പരിശുദ്ധരായ ഇണകൾ ഉണ്ടാകും. സ്ഥിരവും ഇടതൂർന്നതുമായ തണലിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഓവർ. സാർ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞ അടുത്ത് പറഞ്ഞു. ഹലോ. As dharma stays at heart of people knowing values of life, deceit stays at heart of thieves. As dharma stays at heart of people knowing values of life, deceit stays at heart of thieves. Thank you, sir. 288 പറഞ്ഞു. മാഡം പറഞ്ഞത് 288-ന്റെ ഇംഗ്ലീഷ് പറഞ്ഞത്. ഞാൻ 288-ന്റെ തമിഴ് വായിക്കാൻ മാറിപ്പോയി. 287 നമുക്ക് വേണ്ടത്. സാറ് ഉണ്ടോ മാഡം? അത് വായിച്ചോ. 287 എടുക്കണം. ഞാൻ എടുത്തു വെച്ചിട്ടില്ല. സാബു സാർ, ഓക്കെ, ഞാൻ പറയാം. 287. Ignorant act of theft is unseen amidst men living on realization of life's values. Ignorant act of theft is unseen amidst men living on realization of life's values. 288. 286, 87, 88 ഒരേ ആശയം തന്നെയാണ് കവി പറയുന്നത്. അതായത് അളവറിഞ്ഞ് ജീവിക്കുന്നവൻ, വരവറിഞ്ഞ് ജീവിക്കുന്നവന്റെ അവസ്ഥ. അതുപോലെ ആ അളവ് എന്ന് പറയുന്നത് എഴുതായിട്ട് കളവ് എന്ന് വാക്കും അതുപോലെ ആ പ്രാസറിപ്പിച്ചാണ് കവി പറയുന്നത്. അളവ്, കളവ്. അങ്ങനെ അളവറിഞ്ഞ് ജീവിക്കുന്നതിന്റെ ജീവിതത്തിൽ ധർമ്മം നിലനിൽക്കുന്നത് പോലെ കളവ് ചെയ്യുന്നതിന്റെ മനസ്സിൽ എപ്പോഴും വഞ്ചന മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു മീനിങ്ങിലാണ് വളരെ ഇതായിട്ട് പറയുന്നത്. തമിഴ് വായിക്കാം. 288. അളവ് അറിந்தாർ നെഞ്ചൽ അറം പോലെ നിൽക്കും, കളവറിந்தாർ നെഞ്ചിൽ കരവ്. അളവ് അതിൽ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് കളവറിந்தாർ നെഞ്ചിൽ, കള്ളം മാത്രം അറിയുന്നവരുടെ മനസ്സിൽ കരവ് എന്ന് പറഞ്ഞാൽ വഞ്ചന എങ്ങനെ നിലനിൽക്കുന്നുവോ അതുപോലെ ആദ്യത്തെ വാക്ക് അളവറിந்தாർ നെഞ്ചിൽ, ധന്യമായ സ്നേഹദർശനം ഉള്ളവരുടെ ഹൃദയത്തിൽ അറം, ധർമ്മം നിലനിൽക്കുന്നു. വളരെ ലഘുവായിട്ട് പറയുന്നുണ്ട്. സമഷ്ടി സ്നേഹം എന്ന ദിവ്യമായ ദർശനത്തോടെ അളവറിഞ്ഞ് ജീവിക്കുന്ന മഹാത്മാക്കളുടെ ഉള്ളിൽ
ധർമ്മബോധം എങ്ങനെ നിലനിൽക്കുന്നുവോ അതുപോലെ കളവ് മാത്രം അറിയുന്ന കുടിലന്മാരുടെ നെഞ്ചിൽ വഞ്ചനയും നിലനിൽക്കുന്നു. വളരെ ലഘുവായിട്ട് പറയുന്നുണ്ട്. അടുത്ത ഉഷ മേഡാണ്, ശ്രീമതി മേഡാണ് അത് പറയുന്നത്. ശ്രീമതി മേഡം. മ്യൂട്ടായിട്ടുണ്ട്. ശ്രീമതി മ്യൂട്ടാണ്. குறள் 288. அளவறிந்தார் നെഞ്ചത്ത് അറമ്പോൽ നിൽക്കും, കളവറിந்தாർ നെഞ്ചിൽ കരം. മലയാളത്തിൽ അത് പറഞ്ഞിട്ടുള്ളത്, ശിഷ്ടരിൻ ചിത്തത്തിൽ തങ്ങുന്നു ധർമ്മവും, ദുഷ്ടരിൻ മാനസേ തിങ്ങുന്നു വഞ്ചകം. സ്വത്തുക്കളുടെ നല്ലവരുടെ മനസ്സിൽ ധർമ്മം നിലനിൽക്കുന്നു, ദുഷ്ടന്മാരുടെ മനസ്സിലാണെങ്കിൽ വഞ്ചന തെങ്ങി നിറഞ്ഞു നിൽക്കും. കള്ളം മാത്രം അറിയുന്നവന്റെ മനസ്സിൽ അധർമ്മവും വഞ്ചനയും നിൽക്കും. നല്ലവന്റെ മനസ്സിൽ ധർമ്മം. സത്യാന്വേഷകനെ പോലെ അസത്യാന്വേഷകനും ഉണ്ട്. ആദ്യത്തെ അന്വേഷകൻ ജ്ഞാനത്തെ അന്വേഷിക്കുന്നു, അവൻ ജ്ഞാനിയാണ്. രണ്ടാമത്തെ അന്വേഷകൻ അസത്യത്തെ അന്വേഷിക്കുന്നു, അവൻ അജ്ഞാനിയാണ്. സത്ചിന്തകനും കപട ചിന്തകനും എന്ന് സാരം. നല്ല മനുഷ്യർ എന്നാൽ സത്തുക്കൾ ധർമ്മം അനുഷ്ഠിക്കുന്നു, ദുഷ്ടന്മാരാണെങ്കിലോ വഞ്ചന കൊണ്ട് നടക്കുന്നു മനസ്സിൽ എന്നാണ് ഈ ഖുറൽ ഇതിൽ പറയുന്നത്. സത്യാന്വേഷകനെ പോലെ അസത്യാന്വേഷകനും ഉണ്ട്, നല്ലതും ചീത്തയും ഉണ്ട് ലോകത്ത്. നല്ലവർ നല്ലത് ചിന്തിക്കുന്നു, അധർമ്മികൾ അധർമ്മ മാർഗം സ്വീകരിക്കും. താങ്ക് യു സർ. താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ? മേഡം തന്നെ, മേഡം പറഞ്ഞോളൂ. As dharma stays at the heart of people knowing values of life, deceit stays at the heart of thieves. As righteousness resides in the hearts of the virtuous, so does deceit dwell in the hearts of thieves. Verse 289, knowing nothing but deviseness, men die each time they contrive their corrupt deeds. Thank you, sir. സാർ. സാറേ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞു. 288 കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഇപ്പൊ മാറ്റാം. സാർ തുടങ്ങിയോ, സ്റ്റാർട്ട് ചെയ്യും. സാർ കയ്യിലുള്ളത് നോക്കി പറ സാർ. 289, 90. ഇതുവരെ 8 എണ്ണത്തിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ 2 ഇതിലും ഓരോ ആശയമാണ് കവി പറഞ്ഞു വന്നെങ്കിൽ അവസാനത്തെ 2 ഖുറലിൽ 289, 290 പറയുന്നത് കളവ് ചെയ്യുന്നവരുടെ ഒരു പ്രത്യേക രീതിയാണ് പറയുന്നത് അല്ലെ, അതുകൊണ്ട് ഉണ്ടാവുന്ന ദുഷ്ടഫലങ്ങളാണ് അടുത്ത് പറയുന്നത്. அளவல்ல செய்தாங்கே வீவர் களவல்ல மற்றைய தேற்றாதவர். களவு செய்தல் தவிர மற்ற நல் வழிகளை நம்பி தெளியாதவர். அளவு അല്ലാതെ செயல்களை ചെയ്ത് അപ്പോതേ കെട്ടെഴുവർ. അതായത് കളവ് മാത്രമേ ഉള്ള പ്രവൃത്തി ഉള്ളൂ എങ്കിൽ ആ കളവ് കൊണ്ട് അപ്പോൾ തന്നെ നശിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. അവർക്ക് മറ്റു മാർഗം, അതായത് നല്ലതിനെ കുറിച്ച് ഒന്നും അവർക്ക് അറിയില്ല എന്നുള്ള ഒരു ആശയമാണ് കവിയുടെ പറഞ്ഞത്. അതായത് ആ അളവല്ല ചെയ്താങ്കെ വീവർ കളവല്ല മറ്റയെ തേറ്റാതവർ. അതില് ആദ്യത്തെ വരിയിലെ 4ാമത്തെ വാക്ക് കളവല്ല, കളവ് അല്ലാത്തതായ മറ്റയ, എൻ്റെ അടുത്ത വാക്ക് മറ്റ് യാതൊന്നിനെ കുറിച്ചും തേറ്റാതവർ അറിയുകയോ
അറിയാൻ ശ്രമിക്കുകയോ ചെയ്യാത്തവർ. ആകെ കൂടി അവർക്ക് അറിയാവുന്ന ഒരേ ഒരു കളവ് മാത്രം എന്ന സ്ഥിതിയിലുള്ളവർ. ഇനി ആദ്യത്തെ വരിയിൽ വരിക, ആദ്യത്തെ വാക്ക്. അളവല്ല അതിരില്ലാത്ത ദുഷിച്ച വിചാരങ്ങളെ ചെയ്ത് നനച്ച് ആങ്കെ അപ്പോൾ തന്നെ വീവർ നശിച്ചു പോകുന്നു, വീവർ വീണു പോകും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഉഷാ മാഡം. താങ്ക് യു സർ. കുറൽ 289. അളവല്ല ചെയ്തു ആങ്കെ വീവർ കളവല്ല മറ്റേ തേറ്റാതവർ. അളവറ്റ പാപമോർത്തപ്പോഴേ മുടിയുന്നു കളവല്ലാതൊന്നറിയാത്തോർ. തിന്മയുടെ പതാകയാണ് കളവ്. തനിക്ക് എന്താണോ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് അതിലധികം കരുതി വയ്ക്കുന്നത് കളവ്. ശരിയായ അർത്ഥത്തിൽ മോഷണം. അന്യനെ അനുഭവിക്കാനുള്ളത് കൈയടക്കുന്നതും ഒളിപ്പിക്കുന്നതും മോഷണം തന്നെയാണ്. ഇനി ഉടമയുടെ സമ്മതത്തോടെ തന്നെയാണ് കൈയടക്കിയത് എന്നെങ്കിലും ആ വസ്തു കൊണ്ട് തനിക്ക് അപ്പോൾ ആവശ്യമില്ലെന്ന് വരികിൽ അതും കളവ് തന്നെയാണ്. ഉദാഹരണങ്ങൾ എത്രയോ നമ്മുടെ മുമ്പിൽ. കള്ളന്മാർക്ക് സ്ഥിര ജീവിതമില്ല, ജീവിതം തന്നെ സ്ഥിരമല്ല, എല്ലാം അനിശ്ചിതമാണ്. രാജദണ്ഡമോ ലോകദണ്ഡമോ പ്രകൃതി ദണ്ഡമോ മൂലം ഏതു നിമിഷവും അപകടത്തിൽപ്പെടാവുന്നവരാണ് കള്ളന്മാർ. അപമൃത്യു എപ്പോഴും അവരോടൊപ്പമുണ്ട്. എന്നാൽ ശുദ്ധമനസ്കന്മാരുടെ അവസ്ഥ അതല്ല. അവർക്കൊപ്പം കുട നിവർത്തി അവർക്ക് തണലേകി അവരെ സംരക്ഷിച്ചുകൊണ്ട് ധർമ്മം കൂട്ടിനുണ്ടാവും. ലോകത്തിന് നന്മയുണ്ടാവണം എന്ന് ചിന്തിക്കുന്നവരെ ലോകം കണ്ടറിയും. അവരുടെ നന്മകളിൽ ലോകവും ശുദ്ധാലുവാകും. ദേവലോകവും അവരെ കൈവിടുകയില്ല. അവരന്മാർക്കിടയ്ക്ക് അർഹമായ ഒരു സ്ഥാനം അവർക്കായി നീക്കിവെക്കപ്പെടും. കുടുംബത്തിലെ മറ്റംഗങ്ങളെയും സ്വന്തം കുഞ്ഞുങ്ങളെയും വരെ പട്ടിണിക്കിട്ടുകൊണ്ട് സുഖജീവിതം നയിക്കുന്നവർ, അന്യന്മാർ ഭാവന ചെയ്തുണ്ടാക്കിയ ആശയങ്ങൾ മോഷ്ടിക്കുന്നവർ, ഉടനെ ആവശ്യമില്ലാത്ത ഒരു വസ്തു കൈയടക്കി വെക്കുന്നവർ, അന്യന്റെ ഒരു വസ്തു തനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന കൊതിയോടെ എപ്പോഴും അത് കണ്ണുവെച്ചുകൊണ്ടിരിക്കുന്നവർ, ഇവരൊക്കെ കള്ളന്മാർ തന്നെയെന്ന് ഈ കുറൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അളവറ്റ പാപം ഓർത്തപ്പോഴേ മുടിയുന്നു കളവല്ലാതെന്നറിയാത്തോർ. താങ്ക് യു സർ. റോയ് സാർ ഉണ്ട് സർ. സാറ് റോയ് സാർ. റോയ് സാർ ഒന്ന് വായിച്ചോളൂ. കേക്കാവോ ഞാൻ റോയ് പറയും? സാർ. ഉണ്ട് സർ. കേക്കാം. ഓക്കെ. കേക്കാം. 289 അല്ലേ? അതെ. If those knowing nothing other than stealing do limitless theft, they perish soon. മോഷണമല്ലാതെ മറ്റൊന്നും അറിയാത്തവർ പരിധിയില്ലാതെ മോഷണം നടത്തിയാൽ അവർ നടത്തിയതെല്ലാം പെട്ടെന്ന് നശിച്ചു പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. If those knowing nothing other than stealing do limitless theft, they perish soon. അതായത് സ്ഥിരം മോഷണമായിട്ട് നടക്കുന്നവര് അവരുടെ സമ്പത്തെല്ലാം നശിച്ചു പോകും എന്ന് മനസ്സിലാക്കുക. അളവ് അല്ല ചെയ്ത് ആങ്കെ വീവർ കളവല്ല മറ്റേ തെറ്റാതവർ. 290. கள்வார்க்கு தள்ளும் உயிர்நிலை കള്ളാർക്ക് തള്ളാത് പൊത്തേൽ ഉലക്. അവസാനമായിട്ട് കവി ഒന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. കളവ് ചെയ്യുന്നവർക്കും കളവ് ചെയ്യാതവർക്കും ഉള്ള ആ ഒരു മഹത്വത്തിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ആ സ്ഥാനത്തെ കുറിച്ച് പറയാം. കളവ് ചെയ്യുവാർക്ക് ഉടലിൽ ഉയിർ വാഴും തവറിപ്പോകും. കളവ് செய்யாமற் வாழ்வோர்க்கு தேவருலகும் வாழ்க்கை தவறாது. കൾവാർക്ക് കളവിൽ മാത്രം വ്യാപരിക്കുന്നവർക്ക് ഉയർനില, ശരീരത്തിലാണല്ലോ ജീവൻ നിലനിൽക്കുന്നത്, ആ നിലയും അതായത് ശരീരവും അവരെ
തള്ളും കൈവെടിയുന്ന സ്ഥിതി വരും. എന്നാൽ കള്ളാതവർക്ക് വഞ്ചനയും കാപട്യവും ഒന്നും അറിയാത്ത ശുദ്ധ ഹൃദയന്മാർക്ക് പുത്തേലുലകും ദേവലോകം അവരെ തള്ളാതെ കൈവെടിയാത്ത അവസ്ഥ ഉണ്ടാകും. കുറൽ 290. கல்வார்க்கு தள்ளும் உயிர்நிலை கல்லார்க்கு തള്ളാതു പുത്തേൽ ഉലക്കു. അതിന്റെ ശ്ലോകം: കള്ളരെ കൈവിടും ഉയിരുടൽ നല്ലോരെ തള്ളുകില്ലമരർ തൻ ലോകം. വഞ്ചനാപരമായ ജീവിതം വഴി സ്വയം നഷ്ടപ്പെടുത്തുന്നതിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ ചെറുതായി കരുതപ്പെടും. വലിയ ആളാകാൻ വേണ്ടിയാണ് മോഷ്ടിക്കുന്നത്, പക്ഷെ അവരെ ചെറുതായി കരുതപ്പെടും. മറ്റുള്ളവരുടെ ആനന്ദം തട്ടിയെടുക്കുന്നവർ ആരായാലും അവസാനം പരാജയപ്പെടും. എന്നാൽ വഞ്ചനയിൽ നിന്ന് മുക്തരായവരെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. ഏത് അഗ്രഗണ്യൻ, ഇപ്പൊ ദേവലോകത്തുള്ളവർക്ക് പോലും അങ്ങനെ ഒരാളിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. കളവ് കാട്ടുന്നവർക്ക് ജീവിതം വഴി തെറ്റുന്നു. യഥാർത്ഥ സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ ഇവർക്ക് കഴിയുകയുമില്ല. വേദപുസ്തകത്തിൽ ദൈവകൽപ്പന, ദൈവം മോശയ്ക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അത് 10 കൽപ്പന എന്നാണ് പറയുന്നത്, 10 കമാൻഡ്മെന്റ്സ്. അതില് വളരെ ഡയറക്റ്റ് ആയിട്ട് 2 കൽപ്പനകൾ, 7-ാം കൽപ്പനയും 10-ാമത്തെ കൽപ്പനയും. മോഷ്ടിക്കരുതെന്നും അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുതെന്നും. 8-ാമത്തതും നമുക്ക് കൂട്ടിച്ചേർത്ത് വേണമെങ്കിൽ പറയാം, കള്ള സാക്ഷ്യം നൽകരുത്. അങ്ങനെ 10-ൽ 3 എണ്ണവും ഈ മഹാ വിപത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത്രയ്ക്കും ഗൗരവം വേദപുസ്തകം ഇതിന് നൽകുന്നു. അങ്ങനെ 10 കുറലുകൾ ഇന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ പല തരത്തിലുള്ള പാപങ്ങൾ ലോകത്തിൽ കാണാൻ സാധിക്കും. ജോലിക്ക് കൂലി പര്യാപ്തമായി കൊടുക്കാത്തത്, അത് ജോലിക്കാരന്റെ വേതനത്തെ മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ ജോലിയിൽ കള്ളത്തരം കാണിക്കുക, വാങ്ങുന്ന കൂലിക്ക് തത്തുല്യമായ ജോലി ചെയ്തില്ലെങ്കിൽ അത് മുതലാളിയെ അല്ലെങ്കിൽ തൊഴിലുടമയെ മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. ഇന്ന് ധാരാളം ഇത്തരം പ്രശ്നങ്ങൾ പെരുകുന്നത് കൊണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറം ഒക്കെ ഉണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. അവിടെയൊക്കെ ആളുകൾ കേസ് കൊടുത്തൊക്കെ ചില ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. അതായത് കൊടുക്കുന്ന പണത്തിന് തുല്യമായ സാധനമോ സേവനമോ ലഭിക്കാത്തത്, അത് മോഷണമാണ്. അളവ് തൂക്ക വിഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ പരിശോധിക്കാനായിട്ടുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ട്, വേണ്ടത്ര തൂക്കം കൊടുക്കാത്തില്ല. അതുപോലെ തന്നെ ഇരട്ടി വാഗ്ദാനങ്ങൾ നൽകി, ഇരട്ടി വാഗ്ദാനം, വളരെ പെട്ടെന്ന് നിങ്ങളുടെ നിക്ഷേപം വർദ്ധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവന്റെ പണം തട്ടിക്കുന്ന എത്രയോ കമ്പനികൾ നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും മുതിർന്ന ആളുകൾ ആദ്യം കണ്ട തകർന്ന ബാങ്ക് പാലാ സെൻട്രൽ ബാങ്ക്. പിന്നീട് പലതരം ചിട്ടിക്കമ്പനികൾ ഇവിടെ തകർന്നടിച്ചത് നമ്മളിൽ പലരും കണ്ടിട്ടുണ്ട്. ലാബെല്ല ഫൈനാൻസിയേഴ്സ്, സമേരിയാസ്, ഹിമാലയ ചിട്ടിക്കമ്പനി, എവറസ്റ്റ് ചിട്ടിക്കമ്പനി, ലിസ് എന്ന് പറയുന്ന സ്ഥാപനം. ഇത് കൂടാതെ എത്രയോ കമ്പനികളെ കുറിച്ച്, എത്രയോ സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പ്രാദേശികമായിട്ട് അറിയാം. നാട്ടുകാരുടെ പണം തെറ്റിച്ച് ഇതെല്ലാം മോഷണത്തിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടു ഇതിൽ പല ആളുകളും
അവസാനം നശിച്ചിട്ടുണ്ട്. ഈ ബ്ലേഡൊക്കെ നടത്തിയതിലൊക്കെ ഒരുപാട് ആളുകൾ പല വിധത്തിൽ പെട്ടാണ് പോയിരിക്കുക. നമ്മുടെ 10ാമത്തെ കുറല് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അപരന്റെ പണം നമ്മുടെ പെട്ടിയിൽ ഇരുന്നാൽ അത് അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കും, ബഹളം വെച്ചുകൊണ്ടിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷം കടന്നു വരുമ്പോഴുള്ള നമ്മുടെ ആദ്യത്തെ ഈ ദിനം, ഈ മഹാസംഭവം, ഈ മഹാകാര്യം നമ്മൾ പഠിക്കുമ്പോൾ നല്ല നാളേക്കായി നല്ല തീരുമാനങ്ങൾ ഇത്തരത്തിലുള്ളത് നമുക്ക് ചിലതെല്ലാം എടുക്കാൻ ശ്രമിക്കാം. അതിന് ഇന്നത്തെ ഈ 29ാമത്തെ അധ്യായം ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ല ക്ഷേമവും ഐശ്വര്യവും കരഗതമാകട്ടെ. മോഷ്ടിക്കാതെ തന്നെ ക്ഷേമവും ഐശ്വര്യവും എല്ലാവർക്കും കരഗതമാകും എന്ന് നമുക്ക് ഉറപ്പാണ് എന്നുള്ള ആ വലിയ ആശംസ എല്ലാവർക്കും കൈമാറിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ന് ഇതിൽ പങ്കുചേർന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. പ്ലാറ്റ്ഫോമിന് നന്ദി പറയുന്നു, ട്രാൻസ്ലേഷൻ നടത്തിയ ആളുകൾക്ക് നന്ദി പറയുന്നു. എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിച്ച ഇംഗ്ലീഷിന്റെ പരിഭാഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ മൈക്ക് കൈമാറുന്നു. Thank you, sir. Verse 290. Life is for those who steal, for the true heavens won't be lost. The fraudful forfeit life and being here below, who fraud eschew the bliss of heavenly beings know. This couplet from the Tirukural, written by Tiruvalluvar, emphasizes the moral principle that those who engage in theft or dishonesty stray from the path of righteousness. True rewards such as spiritual growth and eternal peace, symbolized by heaven, are preserved for those who remain honest and virtuous. An incident from Mahatma Gandhi's childhood perfectly reflects the essence of Kural 290. As a young boy, Gandhi once stole a small pencil from his elder brother. Overcome with guilt, he could not bear the weight of his dishonesty. Unable to hide his conscience, he confessed to his father, expecting anger and punishment. However, Gandhi's father did not scold him. Instead, he responded with calmness and tears in his eyes. Saddened by his son's lapse, but touched by his honesty in confessing. This moment left a deep impression on Gandhi, reinforcing his lifelong commitment to truth and non-violence. Life is for those who steal. Gandhi felt that by stealing he had strayed from the right path. The true heavens won't be lost. His sincere confession and his father's compassionate response led him back to the path of righteousness, preserving his moral integrity and guiding his future. This incident highlights that even when we err, choosing honesty can restore our sense of goodness and keep us aligned with higher virtues. Thank you, sir. Okay, thank you, sir. Thank you very much. സോ മോഹൻദാസ് സാർ, അടുത്ത ആഴ്ചത്തെ ടോപ്പിക് കൂടെ പറയൂ. എനിക്കൊരു ക്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ നടത്തണം. 5 minutes നടത്തിയാൽ മതി. ഇന്നത്തെ ഈ കളവ് ചെയ്യായ്മ എന്നുള്ളതിൽ ഇന്ന് വളരെയധികം എന്താ പറയുക അനുഭവ കഥകൾ കൊണ്ടുവന്നത് ഓമന ടീച്ചറാണ്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ 2 അനുഭവങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മോഷ്ടിക്കുന്നതിൻ്റെയും സമ്പത്ത് ഉണ്ടാക്കുന്നതിൻ്റെയും രീതിയിൽ വിജയമല്ലയുടെ ആ അനുഭവം കുന്നുപോലെ മല പോലെ പൊങ്ങി വന്നിട്ട് അത് കടലോണ്ട് ആഴത്തിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയും
വളരെ ലളിതമായിട്ട് ഒരു ഇതെടുത്ത് പറഞ്ഞു. ഇന്ന് വളരെയധികം ഉദാഹരണങ്ങൾ കൊണ്ടുവന്ന ഓമന മാഡത്തിന് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. അതുപോലെ ഷീല മാഡത്തിനും ഉഷ മാഡത്തിനും പറയുന്നുണ്ട്. ജോസി സാർ ഇന്ന് ബൈബിളിൽ നിന്നുള്ള അവസാനത്തെ കുറലിലേക്ക് വേണ്ടിയിട്ട് ദൈവകൽപ്പനയിലെ 7, 8, 10 ക്വസ്റ്റ്യൻ നന്നായിട്ട് പറഞ്ഞു. പിന്നെ റോയ് സാറും അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. റോയ് സാറും ജോസ് സാറും ഇന്ന് വളരെ ധന്യമായ ഒരു ക്ലാസ് ആയിരുന്നു. അടുത്ത ആഴ്ചത്തെ അധ്യായം സത്യസന്ധത, സ്റ്റിക്കിംഗ് ടു ട്രൂത്ത്. വായ്മയെ വെല്ലുന്ന നമ്മുടെ സാറിന് ഉണ്ട്. നമ്മുടെ എന്താ പറഞ്ഞ ഒരു തമിഴ്നാടിന്റെ ഒരു മുദ്രയുണ്ട്. അതിലെ ഒരു വാക്കിതാണ് വായ്മയെ വെല്ലും. ട്രൂത്ത് ഇൻ സക്സീഡ് എന്നുള്ള രീതിക്കാണ് സത്യസന്ധത അടുത്ത ആഴ്ചത്തേക്ക്. അപ്പൊ അതിലേക്കുള്ള കുറേ അനുഭവ കാര്യങ്ങളുമായിട്ട് എല്ലാവരും വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സത്യസന്ധത, സ്റ്റിക്കിംഗ് ടു ട്രൂത്ത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. രമാവതി മേഡം നിങ്ങൾ പറയൂ. രമാവതി മേഡം. സാറേ, ഈ ഇതിപ്പം നമ്മുടെ യമനിയമത്തിൽ പഠിക്കുന്നതാണ് യോഗത്തില്. ഇതെല്ലാം അതിൽ ഉണ്ട്. ഞാനൊരു ദിവസം യമനിയമങ്ങള് ക്ലാസ് ചെറുതായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഈ സാറ് ഇപ്പൊ ഫുള്ള് പറഞ്ഞത് മുഴുവൻ ഏകദേശം അതിലൊക്കെ ഉണ്ട് സാറേ. കാരണം നമ്മൾ ചെറുപ്പത്തിൽ നമ്മള് കളവ് പറയാൻ പാടില്ല, കള്ളത്തരം ചെയ്യാൻ പാടില്ല എന്ന്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഒരു കളവ് ഇപ്പൊ വീട്ടിൽ തന്നെ എന്തെങ്കിലും സംഭാവനക്കാര് വന്നാൽ അച്ഛനകത്തുണ്ടെങ്കിൽ മക്കളുടെ മുമ്പിൽ അച്ഛൻ അവിടെ ഇല്ല, അച്ഛൻ ഇവിടെ പുറത്തു വരിക്കാന്ന് പറയുമ്പോ അത് കേട്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പൊ ചെറുപ്പത്തിലെ അവർ ആ ചെറിയ കാര്യം പോലും അത് അവരുടെ ജീവിതത്തിന് അത് മോശമായി തീർക്കുന്നുള്ളതാണ്. കാരണം എന്ത് തന്നെ ആയാലും അന്യന്റെ മുതൽ ആഗ്രഹിക്കുക, ഈ നോട്ടത്തിൽ പോലും അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. ഏതായാലും എല്ലാരും, എനിക്ക് ഇങ്ങനെ അത്ഭുതം തോന്നി. ഞാൻ കുറെ ദിവസമായില്ലേ ക്ലാസ്സിൽ കയറാത്തത്. അപ്പൊ എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഇതിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ നല്ലൊരു സുഖം തോന്നി. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, ഇനി ആർക്കാ പറയാനുള്ള? റോയ് സാർ ജസ്റ്റ് പറഞ്ഞ് നമുക്ക് നിർത്താം. ഈ മോഷണത്തിന്റെ ഒരു, എല്ലാവർക്കും അറിയാം മോഷ്ടിക്കുന്നത് നല്ലതല്ലെന്ന്. പല സാഹചര്യങ്ങളുടെ ഇതിലുമൊക്കെ പല ആൾക്കാരും ഒക്കെ മോഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മോഷ്ടിക്കപ്പെടാതിരിക്കാൻ ഇന്ന മോഷ്ടിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കേൾക്കുന്നവർക്ക് മോഷ്ടിക്കുവാൻ ബുദ്ധിമുട്ട് തോന്നുമെന്നാണ് ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതെല്ലാവർക്കും അറിയാം, മോഷ്ടിക്കുന്ന ആൾക്കും അറിയാം മോഷ്ടിക്കുന്നത് കൊള്ളിയില്ല. പക്ഷെ ഗത്യന്തരമില്ലാണ്ട് മോഷ്ടിച്ചു പോവുകയാണ്. പക്ഷേ അങ്ങനെ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉള്ളയാൾ മോഷ്ടിക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ബാധകമായിരിക്കും. അദ്ദേഹം ഒരു വളരെ ബുദ്ധിമുട്ടിലായിരിക്കും അയാളുടെ ജീവിതം പോകുന്നത് എന്നാണ് ഞാൻ ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. എന്തായാലും എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാം എവിടെയും മോഷണം എന്ന് പറയുന്നത് അത് സമൂഹത്തിന് കൊള്ളാത്ത ഒരു കാര്യമാണെന്നും അത് ഒത്തിരി ദോഷമാണെന്നും പല ആൾക്കാരും ഈ ഉണ്ടാക്കിയിട്ടുള്ള ഈ മോഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ളതെല്ലാം അവസാനം അനുഭവിക്കാൻ പറ്റുകയില്ല, നശിച്ചു പോകുമെന്നും പറയുന്നു. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് മാഡം പറഞ്ഞതുപോലെ നമ്മുടെ കിങ്ഫിഷറിന്റെ ഉടമ, അയാള് ജീവിതത്തിൽ ഒത്തിരി സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു. അത് മോഷണമല്ല എങ്കിൽ ഏത് വിധത്തിലായാലും അവസാനം അത് അവിഹിതമായി ഉണ്ടാക്കിയതാണ് എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം ശിക്ഷിക്കപ്പെടാൻ പോയത്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് സ്ഥലം വിട്ടു. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ അവര് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ ജീവിതത്തിന് നമ്മൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അയാൾ ഇപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇപ്പോഴും. അപ്പൊ ഏതായാലും ഈ മൂല്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വളരുന്ന വകയിൽ അവരങ്ങനെ വളരുകയും ചെയ്താൽ ഒത്തിരി ഗുണങ്ങൾ ചെയ്യും.
എന്നാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കിയത്. താങ്ക് യു സർ. ഓക്കെ സാർ, താങ്ക് യു. മോഹൻദാസ് സാർ, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ 30ാമത്തെ കുറിലേക്ക് മൂവ് ചെയ്യും. സോ എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് നൈറ്റ്. Good night, sir.